സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സത്യനിഷേധികളായ ആ സമൂഹത്തെ അല്ലാഹു തആല ഹലാക്കാക്കി. അവർ എല്ലാവരും എന്തായി? ചത്തുപോയി. അവരെല്ലാവരും ചത്തുപോയി. അവരെ കൂട്ടത്തിൽ ഒരാൾ എന്തായിട്ടില്ല, അന്ന് ആ ശിക്ഷയിൽപ്പെട്ടിട്ടില്ല. അന്ന് എല്ലാവരും ചത്തുപോകുമ്പോൾ ഒരാൾ മാത്രം ബാക്കി. അയാളെ പേരാണ് അബൂ റഗാൽ ചൊല്ലിട്ട്. അയാൾ എവിടെയായിരുന്നു അന്ന്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതായത് അബൂ റഗാൽ ചൊല്ലുന്ന ആള് അയാൾ ഹറമിലായിരുന്നു, മക്കത്തായിരുന്നു. മക്കത്ത് കാബാ ഷരീഫിനടുത്ത് ഹറമിലായിരുന്നു. ആ ഹറമിന്റെ ബഹുമാനം കൊണ്ട് അള്ളാഹു അന്ന് ഉണ്ടാക്കില്ല, അയാളെ ഹലാക്കാക്കിയില്ല. അന്ന് അയാൾ ജീവനോട് കൂടി ബാക്കിയായി. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കാന ഫീ ഹറമില്ലാഹി, അദ്ദേഹം ഹറമിലായിരുന്നു. ഫമനഅഹു ഹറമുല്ലാഹി മിൻ അദാബില്ലാഹി, അള്ളാഹുവിന്റെ അദാബിനിട്ട് അള്ളാഹുവിന്റെ ഹറം അവനെ വിലങ്ങി. കാരണം ഹറമിനിക്ക് മഹത്വമുണ്ട്. ഹറമിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് അവനിക്ക് ആ ശിക്ഷ അന്ന് വന്നില്ല. ഫലമ്മാ ഖറജ, ഹറമിനിട്ട് അദ്ദേഹം പുറത്തു വന്നപ്പോൾ അസ്വാബഹു മാ അസ്വാബ ഖൗമഹു, അദ്ദേഹത്തിന് കൗമിനിക്ക് എന്താണ് കിട്ടിയത്? അതേപോലെയുള്ള മുസീബത്ത് അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം എന്തായി? ഹലാക്കായിട്ട് പോയി. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫദുഫിന, അദ്ദേഹത്തെ എന്താക്കി? ആ ഹലാക്കായ സ്ഥലത്ത് തന്നെ ദഫൻ ചെയ്തു. ഒരുപാട് റിവായത്തുകൾ ആ വിഷയത്തിലുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്നയാണ്, അല്ലെ? അബ്ദുല്ലാഹിബ് റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്നയാണ്. റസൂലുള്ളാഹിന്റെ എല്ലാ സുന്നത്തും അതുപോലെ ചെയ്താണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, യഖൂലു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖറജ്നാ മഅഹു ഇല ത്വായിഫി. അബ്ദുല്ലാഹിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ ത്വായിഫിലേക്ക് റസൂലുള്ളാഹിന്റെ കൂടെ പോയി. ത്വായിഫ് യുദ്ധത്തിനാ മറ്റൊരു ആവശ്യത്തിന് ത്വായിഫിലേക്ക് എന്തായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയി. ഫമറർനാ ബിഖബ്രിൻ, അങ്ങനെ പോകുമ്പോൾ ഒരു ഖബർ കണ്ടു. ഒരു ഖബറിന്റെ അടുത്തുകൂടി റസൂലുള്ളാഹി വിട്ട് കടന്നു പോയി. ഫഖാല, മുത്തനബി പറഞ്ഞു, ഇന്ന ഹാദാ ഖബ്റു അബീ റിഗാൽ. അബൂ റിഗാൽ, അബൂ റഗാൽ എന്ന് പറഞ്ഞു. ഇത് അബൂ റിഗാൽ ചൊല്ലുടെ അയാളെ ഖബറാണ്. വഹുവ അബൂ സഖീഫ്, അദ്ദേഹം അബൂ സഖീഫാണ്. വക്കാന മിൻ സമൂദ്, സമൂദ് ഗോത്രത്തിൽപ്പെട്ട, സമൂദ് സമൂഹത്തിൽപ്പെട്ട ആൾ. അതായത് സ്വാലിഹ് നബി ഇസ്ലാമിന്റെ ആ സത്യനിഷേധികളായ ആ സമൂഹത്തിൽപ്പെട്ട ആള്. വക്കാന, അദ്ദേഹം ആ ഇത് മുസീബത്ത് വരുന്ന സമയത്ത് അദ്ദേഹം ഹറമിലായിരുന്നു. അങ്ങനെ ഹറമിട്ട് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് അതേ മുസീബത്ത് വന്നു. അദ്ദേഹത്തെ ഈ സ്ഥലത്ത് ദഫൻ ചെയ്യപ്പെട്ടു. മക്കന്റെ അടുത്ത സ്ഥലമാണത്. ഈ സ്ഥലത്ത് ദഫൻ ചെയ്യപ്പെട്ടു. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വആയത്തു ദാലിക അന്നഹു ദുഫിന മഅഹു, അദ്ദേഹത്തിന്റെ ഖബറാണ് എന്ന് എനിക്കൊരു തെളിവെന്താണ്? അദ്ദേഹത്തെ ദഫൻ ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന്റെ ഖബറിന്റെ ഉള്ളിട്ട് ദഫനാക്കുമ്പോൾ അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന ഒരു ബംഗാറിന്റെ, ഒരു പൊന്നിന്റെ ബടി, പൊന്നിന്റെ ബടി, ബംഗാറിന്റെ ബടി, ബംഗാറ് സാധനം, അതായത് പൊന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതോടുകൂടെയാണ് അദ്ദേഹത്തിന്റെ ദഫൻ ചെയ്യപ്പെട്ടത്. നിങ്ങൾ അതിനെ മാന്തുകയാണെങ്കിൽ, ആ ഖബർ നിങ്ങൾ മാന്തുകയാണെങ്കിൽ, അസബ്തമുഹു മഅഹു, ആ ബംഗാർ അല്ലെങ്കിൽ ആ പൊന്ന് നിങ്ങൾക്ക് എന്താക്കും? ലഭിക്കും. അങ്ങനെ ഫബ്തദറഹുന്നാസു, അങ്ങനെ ജനങ്ങൾ എന്താ, എല്ലാവരും പൊന്നും ചെല്ലുമ്പൊക്കല്ലേ എല്ലാരും എന്താക്കി? ആ അബൂ റഗാൽ അയാളുടെ ഖബറിന്റെ അടുത്ത് പോയി ആ ഖബർ മാന്തിയപ്പോൾ ആ പൊന്ന് അവിടെ കിട്ടി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസത്തായിട്ട് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തൊരു കാര്യമാണ്. അപ്പോ അദ്ദേഹം ഹറമിലായത് കൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു അന്ന് ഉണ്ടാക്കില്ല, അദാബ് കൊടുത്തില്ല. അപ്പൊ വലിയ ശിക്ഷ കൊടുത്ത, വലിയ അദാബ് ഇറക്കിയ സ്ഥലമാണ് ഇത്, സമൂഹമാണ്. അതായത് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ധിക്കാരികളായ ആ ഖൗം. അങ്ങനെ ബദ്ർ, ഇത് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിലേക്ക് പോയി. മദ്ദാഇൻ സ്വാലി എന്ന സ്ഥലത്താണ്. മദീനത്തിന് തബൂക്കിലേക്ക് പോകുമ്പോൾ ഒരു ഭാഗത്ത് കിട്ടുന്ന ഏത്
ഈ സമൂത് ഗോത്രക്കാരെ ആ വലിയ വലിയ പർവ്വതങ്ങളെ കുരഞ്ഞിട്ടുണ്ടാക്കിയ പൊരയും അതേപോലെ അവർ കുടിക്കുന്ന കിണറൊക്കെ അവിടെ കാണാൻ കഴിയും. എത്രയോ ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വഹാബാക്കളെ കൂടെ പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ സ്ഥലത്തിൽ കൂടി ആ ബൈയിൽ കൂടി എത്തിയപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം ആദ്യം അറിഞ്ഞിരുന്നില്ല, അവിടെ ഇരുന്നു. അങ്ങനെ ഇത് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി പിറ്റെല്ലാം ഞൊണിട്ടാകുമ്പോ പറഞ്ഞു, ഇത് സ്വാലിഹ് നബി ഇസ്ലാമിന്റെ സത്യനിഷേധികളെ ഉണ്ടാക്കപ്പെട്ടത്, സത്യനിഷേധികൾക്ക് മുസീബത്ത് ഇറങ്ങിയ സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കി പോകണമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടാക്കിയ ആ ഗോപിയുടെ പിട്ടത് മുഴുവൻ ഒട്ടകങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സുഹാബാക്കളെ കൂടെ പോയപ്പോൾ ലാ യദ്ഖുലന്ന അഹദും മിൻകും ഹാദിഹിൽ ഖറിയത വലാ തശ്റബൂ മിൻ മാഇഹാ വലാ തദ്ഖുലു ഹൗലാഇൽ മുഅദ്ദിബീന ഇല്ലാ അൻ തകൂനു ബാക്കീന അൻ യുസീബക്കും മിസ്ല മാ അസാബഹും. അതായത് ഈ മുസീബത്ത് ഇറങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു പോകാൻ പാടില്ല, ഇവിടെയുള്ള ആ വെള്ളം കുടിക്കാൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങൾ കടക്കുന്നെങ്കിൽ തന്നെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ആ മുസീബത്തിനെ, ആ അദാബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിട്ടാവണം അത് കാണാൻ വേണ്ടി പോകേണ്ടത്. ചിലപ്പോൾ അതുപോലെയുള്ള മുസീബത്ത് ഞങ്ങൾക്കും എത്തൂല എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് മുസീബത്ത് ഇറങ്ങിയ സ്ഥലത്ത് ഇവിടെ നിൽക്കരുത്, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമാണ്, എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കി മുന്നോട്ട് പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് സമൂത് ഗോത്രക്കാർക്ക് അള്ളാഹു തആല ഇറക്കി കൊടുത്ത ശിക്ഷ. അള്ളാഹു അത്തരം മുസീബത്തിൽ നിന്ന് ഞങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾ പറഞ്ഞു വന്നത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനേക്കും കഴിവുള്ളവനാണ്, അള്ളാഹു സർവശക്തനാണെന്ന് പറഞ്ഞിട്ട് ആകാശത്തിനെ കുറിച്ചെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞതിന്റെ ശേഷം ആകാശത്തിന്റെ നിയന്ത്രണം ആരെ കയ്യിലാണ്? പടച്ച റബ്ബിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസം ഭൂമിയെ കുറിച്ച് പറഞ്ഞു, അല്ലെ? ഭൂമി എന്താണ്, അതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഭൂമിന്റെ നിയന്ത്രണം ആരെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ ആകാശത്തിന്റെ നിയന്ത്രണവും ഭൂമിയുള്ള എല്ലാവരുടെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഇനി ആകാശത്തിന്റെയും ഭൂമിന്റെ ഇടയ്ക്കുള്ള അന്തരീക്ഷം, ആകാശത്തുള്ള അന്തരീക്ഷം ഇതിന്റെ ആരുടെ നിയന്ത്രണത്തിലാണുള്ളത്? അതാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖബിൽ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ആകാശത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഭൂമിയെ കുറിച്ച് പറഞ്ഞു. ഇനി അന്തരീക്ഷത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് അവലം യറൗ ഇല ത്വയ്രി, ചരകടിച്ച് പായുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ? അവലം യറൗ, അവർ കാണുന്നില്ലേ, അവർ നോക്കുന്നില്ലേ? ഇല ത്വയ്രി, ചരക് അടിച്ചുകൊണ്ട് പാറുന്ന പക്ഷികളെ, ഫൗഖഹും, അവരെ മേൽഭാഗത്ത് ചരകടിച്ച് പായുന്ന ആ പക്ഷികളെ അവർ കാണുന്നില്ലേ? സ്വാഫാത്തിൻ, അതാ അത് ചിറക് വിരിച്ചിട്ട്, അല്ലെ? ഫസ്റ്റ് ഇങ്ങനെ പൊങ്ങുമ്പോ ചിറകടിക്കും, മേലെ അയാൾ പിന്നെ വിരിച്ചുകൊണ്ട് എന്താക്കും? ആ പക്ഷികൾ പാറും. ഇടക്കിടക്ക് എന്താക്കും? അതിന്റെ സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടി ചിറക് കൂട്ടിയിട്ടും പൊടിച്ചിട്ടും അതെന്താക്കും? സഞ്ചരിക്കും. ആ പക്ഷികളെ കാണുന്നില്ലേ? അല്ലാഹു തആല ചോദിക്കുന്നത് അവലം യഹൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖബിൽന, അതാ ചരകടിച്ചിട്ടും ചിറക് വിരിച്ചിട്ടും വേണമെങ്കിൽ സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടി ചിറക് കൂട്ടിയിട്ടും പൊടിച്ചിട്ടും ആ സഞ്ചരിക്കുന്ന പക്ഷികളെ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, അവകളെ പൊടിച്ചു നിർത്തിയവൻ ആരാണ്? അല്ലാഹു അല്ലാതെ, കാരുണ്യവനായ അല്ലാഹു അല്ലാതെ അവകളെ പൊടിച്ചു നിർത്തിയ സാധനം എന്താണ്? ആരാണ്? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, അല്ലാഹു അല്ലാതെ അവകളെ പിടിച്ചു നിർത്തിയിട്ടില്ല. അല്ലേ? നോക്കി, ഇങ്ങനെ ചരകടിച്ചിട്ടത് മേലെ പോകുന്നു. അങ്ങനെ പോയാൽ അതാ ചരകൊന്നും അടിക്കാതെ
അത് ചിറക് വിരുത്തിക്കൊണ്ട് അതെന്താക്കുന്നു, യാത്ര ചെയ്യുന്നു. ചിലപ്പോൾ അതിന്റെ സ്പീഡ് അത് കുറക്കാൻ വേണ്ടി അത് പിടിച്ചു നിർത്തുന്നു അതിന്റെ ചിറകിനെ. ഇത് ആരാണ് ആ അന്തരീക്ഷത്തിൽ ഇതിനെ പിടിച്ചു നിർത്തിയവൻ? അല്ലാഹു അല്ലാതെ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അല്ലാഹു എല്ലാം ലൈവായിട്ട് തന്നെ കാണുന്നവനാണ്. അതിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആണ്. ഞങ്ങാരും വിചാരിക്കേണ്ടത് ചിറകടിച്ചത് കൊണ്ട് മേത്ത് പോകുന്നു, അല്ലെങ്കിൽ ചിറക് വിരിച്ചത് കൊണ്ട് അതിലേക്ക് സ്പീഡായിട്ട് പോകാൻ കഴിയുന്നു. ഒരിക്കലും അല്ല. അതിനേക്കെല്ലാം നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്. അത് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അല്ലാഹു എല്ലാം കാണുന്നവനാണ്. അതേപോലെ സൂറത്തുൻ നഹ്ൽ മറ്റൊരു ആയത്ത് കാണാം ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞത്. അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജവ്വിസ് സമാ മാ യുംസികുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ആകാശത്തിന്റെ അന്തരീക്ഷത്തിന് പാറുന്ന പക്ഷികളെ കാണുന്നില്ലേ? ആകാശത്തിന്റെ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന ആ പക്ഷികളെ കാണുന്നില്ലേ? മായുംസികുന്ന ഇല്ലല്ലാഹ്. അവകളെ പൊടിച്ചു നിർത്തിയവൻ ആരാണ്? അല്ലാഹു അല്ലാതെ ആരാണ് പൊടിച്ചു നിർത്തിയവൻ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ചിന്തിക്കുന്ന, ഇന്ന ഫീ ദാലിക ഇതിലുണ്ട്, ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആ സമൂഹത്തിലേക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. എത്ര വലിയ പക്ഷികളാ ഓടുന്നത്! ചരിത്രം പറയുന്ന ചില പക്ഷികൾ എത്രയോ കൊല്ലങ്ങൾ ഇങ്ങനെ ഓടും. ആ ഓടുന്നതിനിടയ്ക്ക് എന്താക്കും, ഉറങ്ങിപ്പോകും. ശാസ്ത്രം കണ്ടുപിടിച്ചു പോയി. പക്ഷേ അതിനെ നിയന്ത്രിക്കുന്നവൻ ആരാണ് ചോദിക്കുന്നത്? അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? അതാണ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല പറയാണ്, ആകാശത്തിന്റെ നിയന്ത്രണം, ഭൂമിന്റെ നിയന്ത്രണം, അതേപോലെ ആകാശത്തിന്റെയും മധ്യത്തിൽ ഭൂമിന്റെയും ഇടക്കുള്ള അന്തരീക്ഷത്തിലുള്ള എല്ലാം ഖുദ്റത്ത് അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും പഠിപ്പിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഒരുപാട് വിശദീകരണം ഒന്നും പറയാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്തത് 2-3 ചോദ്യമാണ് ഞങ്ങളോട്. പടച്ച റബ്ബ് 2-3 ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ ആയത്തിന് അർത്ഥം പറഞ്ഞ് നമുക്ക് എന്താക്കാം, തീർക്കാം. റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ പിന്നൊരു അവസരത്തിൽ ഇതിന്റെ വിശദീകരണം നമുക്ക് തുടങ്ങാം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മളെ വെക്കുന്ന ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന